19(1) ക്ലോസിൽ ആർട്ടിക്കിൾ 31 എന്നിവയിലാണ് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒന്ന്, ഗവൺമെന്റിന് ഒരാളുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ആർട്ടിക്കിൾ 31 അനുസരിച്ച് നമുക്ക് ഗവൺമെന്റിന് ഒരാളുടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും, ലാൻഡ് അക്വിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഒരു കോമ്പൻസേഷൻ നൽകണം. മുമ്പ് ഇത് ടേമിന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ എന്നാണ്. ഇപ്പൊ നമ്മൾ ആ വേർഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ല നമ്മൾ അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ് ആ ഒരു വേർഡ് ചേഞ്ച് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് അറിയാമോ? അപ്പൊ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ടെനുവർ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കേസസ് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സാധനം നഷ്ടം വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനോട് പകരമായിട്ട് പൈസ കൊടുക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ വാല്യൂ ചെയ്യാൻ പറ്റില്ല. ഈ കേസസിൽ ലാൻഡ് അക്വിസിഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന പല കേസിലും വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യം കോമ്പൻസേഷൻ പോരാ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൂപ്പൻ ഒരു പ്രോപ്പർട്ടി തന്നു. നിങ്ങൾ ആ പ്രോപ്പർട്ടിയെ വളരെ ഡിയർ ആയിട്ട് കാണുന്നത് അപ്പൂപ്പൻ തന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്. അല്ലാതെ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൊണ്ടല്ല. അത് അപ്പൂപ്പൻ ജനിച്ചു വളർന്ന വീടാണ്, നിങ്ങൾ ജനിച്ചു വളർന്ന വീടാണ്. ആ വീട് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഒരു വലിയ പ്രോഗ്രാം കൊണ്ടുവന്നു. ആ പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് സ്റ്റേറ്റിന് ഈ നമ്മുടെ ലാൻഡ്, നമ്മുടെ വീടിരിക്കുന്ന ലാൻഡും കൂടി ഉണ്ടെങ്കിലാണ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. അപ്പൊ സ്റ്റേറ്റ് അത് അക്വയർ ചെയ്യുകയാണ്. അപ്പോൾ 1951 ക്രൈറ്റീരിയ അനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഇമോഷണൽ വാല്യൂ കൂടെ കൺസിഡർ ചെയ്യും. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അതിന്റെ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ ലാൻഡിന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് നോക്കി മാത്രമല്ല ഗവൺമെന്റ് പൈസ തരാനുള്ളത്, അതിന്റെ ഇമോഷണൽ വാല്യൂ കൂടെ കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ വാല്യൂ ചെയ്യാൻ ഗവൺമെന്റിന് പറ്റും. നിങ്ങൾക്ക് അത് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാവുള്ളൂ. നിങ്ങൾക്ക് അത് എത്ര പൈസ കിട്ടിയാലും ചിലപ്പോൾ അത് വിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കേസ് പറയുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന ഒരു വാദം ഇതായിരുന്നു മേജറായിട്ടും. അതായത് എനിക്കിത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ സാധനമാണ്, ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ആൻസേഴ്സിന്റെ മൊത്തം ലെഗസി അതിനകത്തുണ്ട്. അങ്ങനെ ഒരു സാധനം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഗവൺമെന്റ് തരുന്ന പൈസ പോരാ എന്നവർ പറയുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു മേജർ കണ്ടൻഷൻ ആയിട്ട് മാറുകയും ആ വീടിനെ സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് ഇന്ദിരാഗാന്ധി മറ്റൊരു വീടിനെ അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ അന്ന് സെർച്ച് ചെയ്തിട്ട് ഏത് വേർഡാണെന്നുള്ളത് കണ്ടുപിടിക്കണം. കോമ്പൻസേഷനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ളതും ആർട്ടിക്കിൾ 31 എന്തുകൊണ്ടാണ് റിപ്പീൽ ചെയ്തതെന്നുള്ളത്. ആർട്ടിക്കിൾ 31 റിപ്പീൽ ചെയ്യാനുള്ള മേജർ പോയിന്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 91 ക്ലോസ് എഫിനെയും ആർട്ടിക്കിൾ 31നെയും റിപ്പീൽ ചെയ്യാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് നമുക്ക് 1951 ശേഷം ഇവരെ റിപ്പീൽ ചെയ്യുന്നത് വരെയുമുള്ള കാലഘട്ടത്തിൽ വരുന്ന മേജർ കേസസുകളെല്ലാം ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടതും റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടതുമായിരുന്നു. അപ്പൊ ഇതൊരു തലവേദനയായിട്ട് മാറിയ സമയത്താണ് ഇവരെ ഇതിനെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റി കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു പാർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറി ഇപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് റൈറ്റ് ആണ്? നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, എന്ത് ടൈപ്പ് റൈറ്റ് ആണ് എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുള്ളൊരു റൈറ്റ് ആണ്. അതായത് നമുക്കതിന് ഒരു അവകാശമുണ്ട്. പക്ഷെ നമുക്കത് ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നത് പോലെ അയ്യോ അത് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിനകത്തേക്ക് നമുക്ക് റിട്സ് പെറ്റീഷനുമായിട്ട് പോകാൻ പറ്റത്തില്ല, നോർമൽ കേസസ് ആയിട്ട് പോകാൻ പറ്റും. ഒരു ക്വസ്റ്റ്യനും കൂടി, ഇപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉള്ള ഏതെങ്കിലും സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം ഈ വീഡിയോയ്ക്ക്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇപ്പോഴും. അതൊരു പർട്ടിക്കുലർ ടൈപ്പിന് മാത്രമായിട്ട് നമ്മൾ ഇപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റ് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ലക്ഷ്മികാന്ത് വായിച്ചിട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് വായിച്ചിട്ടോ നന്നായിട്ടൊന്ന് വായിച്ചു പോകുന്ന സമയത്ത് മനസ്സിലാവും അത് ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിന്റെ കമന്റ് താഴെ വന്ന് നമ്മൾ അതിന് റിപ്ലൈ തരുന്നതുമായിരിക്കും. ആൻഡ് ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറുന്ന സമയത്ത്, ഈ ശങ്കരി പ്രസാദ് കേസ് വന്ന സമയത്തും ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറി. ആൻഡ് ഇതും ഒരു ഇഷ്യൂ ആയിട്ട് മാറിയ സമയത്ത് ഗവൺമെന്റ് ഒരു ഫർദർ പ്രൊസീജിയറിലേക്ക് പോയി. എന്താണ് ആ പ്രൊസീജിയർ എന്ന് പറയുന്നത്? നമുക്ക് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരാം. ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നു. ആൻഡ് ആ ആക്ട് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് റൈറ്റ് ടു പ്രോപ്പർട്ടി ടേക്ക് അവേ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. എങ്ങനെയാണ് ആ അതോറിറ്റി വരുന്നത്? ആ അതോറിറ്റി വരുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിനെ കൊണ്ടുവരികയാണ്. ആ ആക്ടിനെ നമ്മളൊരു പെക്യുലിയർ പോയിന്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ടിന്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ലാൻഡ് റിഫോംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വഴി ആഡ് ചെയ്തൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആ ഷെഡ്യൂളിന്റെ പേരാണ് 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഈ 9th ഷെഡ്യൂളിനകത്ത് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 9th ഷെഡ്യൂളിനകത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ട്, ഒരു ലോ പാസ്സാക്കിയിട്ട്, അത് സ്റ്റേറ്റ് ആവാം സെന്റർ ആവാം, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ലോയെ നമ്മൾ 9th ഷെഡ്യൂളിനകത്ത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ജുഡീഷ്യൽ റിവ്യൂയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ നമ്മളൊരു പെട്ടി ഉണ്ടാക്കുകയാണ്.
ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റാത്ത. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ 13 വരെ ജുഡീഷ്യൽ റിവ്യൂ അതോറിറ്റൈസ് ചെയ്ത് തന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ പുതിയ ഒരാളെ കൊണ്ടുവന്ന് ചേർക്കുകയാണ് 9th ഷെഡ്യൂൾ എന്ന് വെച്ച്. ഇയാൾ ഒരു പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് നമ്മൾ വെച്ചാൽ ആ പെട്ടിക്കകത്ത് നമ്മൾ വെച്ച് പൂട്ടുന്ന ആൾക്കാരെ പിന്നെ ഒരിക്കലും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത്. ഇവർക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരുന്നത് കുറേയധികം റിഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജുഡീഷ്യൽ റിവ്യൂവിനകത്ത് കൊണ്ടുവന്ന് അത് സ്ട്രക്ക് ഡൗൺ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെഹ്റു ഗവൺമെന്റ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വഴി ഈ 9th ഷെഡ്യൂളിനെ ആഡ് ചെയ്തത്. അതിൽ വന്നിരുന്ന മേജർ ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഒന്ന് ലാൻഡ് റിഫോംസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്ട്. കാരണം ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിട്ട് ബേസ് ചെയ്ത് കുറേയധികം ഇഷ്യൂസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ലാൻഡ് റിഫോംസുമായിട്ട് റിലേറ്റ് ചെയ്തു എന്ന സ്റ്റേറ്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും പല ആക്ടുകളെയും ഇവരിവിടെ പ്ലേസ് ചെയ്തു, 9th ഷെഡ്യൂളിനകത്ത് പ്ലേസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ റിസർവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോട്ട സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒക്കെ ഒരു 60% റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ആക്ട് ഒക്കെ ഈ 9th ഷെഡ്യൂളിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് അതിപ്പോഴും വാലിഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താ ഈ 60% റിസർവേഷൻ എന്ന് പറയുന്നത് ഇഷ്യൂ ആയിട്ട് മാറുന്നത്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് റിസർവേഷൻ ഏതുവരെ പോകാൻ പറ്റുള്ളൂ? മാക്സിമം 50%. നമുക്കിപ്പോ 100 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 50 സീറ്റ് നമുക്ക് റിസർവേഷന് കൊടുക്കാം, 50 സീറ്റ് നമ്മൾ ഓപ്പൺ മെറിറ്റിലേക്കും കൊടുക്കണം എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷേ പല സ്റ്റേറ്റുകളും അവരുടെ അഫർമേറ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റിൽ വരുന്ന ഡിമാൻഡുകൾ അനുസരിച്ച് അവർക്ക് അതിനകത്ത് മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ, അല്ലെങ്കിൽ റിസർവേഷൻസ് കൊടുക്കേണ്ട ആൾക്കാരാണ് കൂടുതൽ, ഓപ്പൺ മെറിറ്റിലുള്ള ആൾക്കാർക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവർ കുറച്ചധികം റിസർവേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിസർവേഷനെ പ്ലേസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നോർമൽ ആക്ടിലായിരിക്കത്തില്ല. അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ജുഡീഷ്യൽ റിവ്യൂ കൊണ്ടുവന്ന് സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. 50-50 ഫോളോ ചെയ്യുന്നില്ല, ഞങ്ങൾ അത് സ്ട്രക്ക് ഡൗൺ ചെയ്യണമെന്ന് കോർട്ടിന് പറയാൻ പറ്റും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ സാധനത്തിന് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റ് ഇതിന് എന്തിൽ ആഡ് ചെയ്യും? 9th ഷെഡ്യൂളിൽ ആഡ് ചെയ്യും. അപ്പൊ ഇവർക്ക് ഈ റിസർവേഷൻ പോളിസി ഫോളോ ചെയ്ത് പോകാനും പറ്റും, കോർട്ടിന് ഇതിനെ റിവ്യൂ ചെയ്യാനും പറ്റത്തില്ല. ആൻഡ് ഇതൊരു മേജർ കണ്ടൻഷൻ ആയിട്ട് വരുന്ന സമയത്ത് ഇവർ ചെയ്ത 1-2 കാര്യങ്ങൾ ഈ 9th ഷെഡ്യൂളിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിന്റെ അകത്ത് പറഞ്ഞു പോകാം. ഒന്ന് ആർട്ടിക്കിൾ 31A ഒന്ന് ആർട്ടിക്കിൾ 31B ആണ്. ആർട്ടിക്കിൾ 31A എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ ലാൻഡ് റിഫോംസ്, അഗ്രീരിയൻ ലോസ്, മൈനിങ് റൂൾസ്, അതായത് ലാൻഡ് റിഫോംസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെയും ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 31A. ആൻഡ് ആർട്ടിക്കിൾ 31B എന്ന് പറയുന്നത് 9th ഷെഡ്യൂളിന് ഇമ്പാക്ട് കൊടുത്ത ആർട്ടിക്കിൾ ആണ്. അപ്പൊ നമുക്കൊരു ഷെഡ്യൂൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന സാധനം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എടുത്തു വെക്കണം. ആ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന ആളാണ് ആർട്ടിക്കിൾ 31B. ആർട്ടിക്കിൾ 31B കൊടുക്കുന്നത് ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ ആണ്. 31A നമ്മൾ പറയുന്നത് ലാൻഡ് റിഫോംസും അഗ്രീരിയൻ ലോസും അങ്ങനെയുള്ള സ്പെസിഫിക് ലോസിന് മാത്രമാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ആർട്ടിക്കിൾ 31B പറയുന്നത് വെച്ചാൽ ഏത് ആക്റ്റീവ് ആയിക്കോട്ടെ, എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ആക്റ്റീവ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ 9th ഷെഡ്യൂളിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ 9th ഷെഡ്യൂളിനകത്തേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടിനെ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷനിൽ വരുന്ന ആക്ട്സ് ആയിട്ട് മാറും. അതിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനോ അതിനെ ചലഞ്ച് ചെയ്യാനോ ആർക്കും അധികാരമില്ല. ഈവൻ സ്റ്റേറ്റ്സിനും അധികാരമില്ല. സ്റ്റേറ്റ്സ് ഉണ്ടായി കൊടുക്കുന്ന ആക്ട് ആണ്. അപ്പൊ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അധികാരമില്ല, ജുഡീഷ്യറിക്കും അതിനുള്ള അവകാശമില്ല. ഇത് രണ്ടുമാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വഴി കൊണ്ടുവന്ന മേജർ ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരേണ്ടി വന്നത്? കാരണം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന് ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന ആൾക്കാർക്ക് തന്നെ നമ്മളൊരു ചേഞ്ച് വെച്ച് ആഡ് ഓൺ ചെയ്ത് വെക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ഇതിന്റെ എക്സെപ്ഷൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. നമ്മൾ ഇവോൾവ് ചെയ്തു, അല്ലെ? നമുക്കിപ്പോ ഇവല്യൂഷൻ മനസ്സിലായി. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ആർട്ടിക്കിൾ 31 കൊണ്ടുവരുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 31 ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 31A 31B നമ്മൾ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴി കൊണ്ടുവരുന്നതും 9th ഷെഡ്യൂളിനെ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് ഈ ഇമേജ് കാണുമ്പോൾ കുറച്ചും കൂടി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ആൻഡ് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒരു നല്ല കാര്യമാണ്. 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷെഡ്യൂൾ കൊണ്ടുവന്നിരിക്കുന്നു. ആ ഷെഡ്യൂളിനെ നമ്മളൊരു ബോക്സ് ഓഫ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ പെട്ടിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ പെട്ടിക്കകത്ത് നമുക്ക് എന്ത് വിട്ടുവയ്ക്കാം എന്നുള്ള അതോറിറ്റി ഉണ്ട്. പാർലമെന്റിന് എന്ത് ലോസും അതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. നോക്കൂ, നമ്മളിപ്പോ നെഹ്റുവിയൻ ഗവൺമെന്റ് പോലെ അല്ലെങ്കിൽ നമുക്കിപ്പോ നിലവിൽ നിൽക്കുന്ന ഗവൺമെന്റ് പോലെ വളരെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല വരുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു അതോറിറ്റേറിയൻ ഗവൺമെന്റ് വരികയാണെന്ന് വിചാരിക്കുക, ഈ 9th ഷെഡ്യൂൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഗവൺമെന്റ് വരുന്ന സമയത്ത് ഇവര് വളരെ വയലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സെക്യുലറിസത്തിനെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന കുറച്ച് ആക്ടുകൾ കൊണ്ടുവരികയാണ്, അതിനെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് ഇവർ അതിനെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് 9th ഷെഡ്യൂളിൽ പ്ലേസ് ചെയ്യുകയാണ്. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ഇത് ബാധിക്കാൻ തുടങ്ങും.
അപ്പൊ അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ആ കാര്യത്തിനെ വയലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കാര്യത്തിനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു മേജർ കേസാണ് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആ കേസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ 9th ഷെഡ്യൂൾ എന്തിനാണ് എന്നുള്ളതും എങ്ങനെ അത് നിലവിൽ വന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസിൽ എന്തൊക്കെയാണ് ഇതിൽ ചേഞ്ചസ് കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് 9th ഷെഡ്യൂളുമായിട്ട് ബേസ് ചെയ്തിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കേസാണ് IR കൊയിലോ കേസ് എന്ന് പറയുന്നത്. ഇത് PSCയുടെ വളരെ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തീമിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എസ്പെഷ്യലി മെയിൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കേസും കൂടിയാണ് IR കൊയിലോ കേസ് എന്ന് പറയുന്നത്. UPSCയിലൊക്കെ വരുന്ന സമയത്ത് IR കൊയിലോ കേസിന്റെ ഡീറ്റെയിൽസ് എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻസിന് ഒരു സിംഗിൾ ക്വസ്റ്റൻ തന്നെ ഉണ്ടായിട്ടുള്ള ഇയർ ഉണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസിന് കാര്യം എന്താണ്? നമുക്ക് അതിനകത്ത് ആ ഒരു പെട്ടി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്ടിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ബ്ലാങ്കറ്റ് പോലെ പല ആൾക്കാരെയും സംരക്ഷിക്കുന്ന ഒരു പെട്ടിയായിട്ട് ഇത് മാറിയപ്പോൾ അതിനെ എങ്ങനെയാണ് ജുഡീഷ്യറി സ്ട്രക്ക് ഡൗൺ ചെയ്തതെന്നുള്ളതാണ് ആ കേസിനകത്ത് നമ്മൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് എന്തൊക്കെയായിരുന്നു പെറ്റീഷണറിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്? അമെന്റ്മെന്റ് ലോ ആണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 13 എന്തൊക്കെയാണ് ലോ എന്നുള്ളത് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അമെന്റ്മെന്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പെറ്റീഷണർ പറഞ്ഞത് അമെന്റ്മെന്റിനും ലോയുടെ പവർ കൊടുക്കണം. എന്തുകൊണ്ടാണ് അമെന്റ്മെന്റിനും ലോയുടെ പവർ കൊടുക്കണം എന്ന് പറയുന്നത്? അമെന്റ്മെന്റ് എങ്ങനെയാണോ ഒരു ലോ പാസ്സാക്കുന്നത് അതേ പ്രോസസ്സിലൂടെ തന്നെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പ്രസിഡന്റും ഒക്കെ കടന്നു പോയി ഇവരുടെയൊക്കെ അതോറിറ്റിയോട് കൂടി പാസ് ചെയ്തു പോയിട്ടുള്ള ഒരു സാധനമാണ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അമെന്റ്മെന്റിനെ നമ്മളൊരു ലോയുടെ വാല്യൂവിൽ തന്നെ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്കതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 9th ഷെഡ്യൂളിനെയും അഗ്രേറിയൻ റിഫോംസിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന മറ്റേ ആക്ടിനെയും റൈറ്റ് ടു സ്പീച്ചിനെയൊക്കെ വയലേറ്റ് ചെയ്ത മറ്റു കാര്യങ്ങളെയൊക്കെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളയാനായിട്ട് ജുഡീഷ്യറിക്ക് പറ്റും എന്നുള്ളതായിരുന്നു ശങ്കരി പ്രസാദിന്റെ വക്കീലന്മാരായിട്ട് വന്ന ആൾക്കാരുടെ വാദം എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ വാദം എന്തായിരിക്കും? ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് ലെജിസ്ലേഷന് മാത്രം ബാധകമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഒരു ലോ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് ലോസ് കൊണ്ടുവരാം അല്ലെങ്കിൽ ലെജിസ്ലേറ്റ് ചെയ്യാം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്, ആ കാര്യങ്ങളിൽ മാത്രമാണ് ഈ സാധനം ബാധകം. അല്ലാതെ ആർട്ടിക്കിൾ 368 വെച്ച് പാർലമെന്റിന് തന്നിരിക്കുന്ന ഒരു പവർ ഉണ്ട്. എന്താണ് ആ പവർ? കോൺസ്റ്റിറ്റ്യൂഷനെ അമെന്റ്മെന്റ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുക. ആ മോഡിഫിക്കേഷൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മോഡിഫിക്കേഷൻസ് വരുത്തുന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആർട്ടിക്കിൾ 368 വഴിയാണ് എന്തെങ്കിലും ഒരു സാധനം ലോ പോലെ പാസ്സാക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ നിയമമല്ല, അതൊരു ഓർഡിനറി ലോ അല്ല. അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കണം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ ആർട്ടിക്കിൾ 13 ഭാഗമല്ല. അതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ AKG കേസ് പഠിച്ച സമയത്ത് പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോർട്ട് അതിന്റെ ഇവോൾവിംഗ് ഫേസിലാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു വരികയാണ്. പാർലമെന്റും അതിന്റെ ഇവോൾവിംഗ് ഫേസിലാണ്. നമ്മൾ നമ്മുടെ ഡെമോക്രസി സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പാർലമെന്റിനാണ് കുറച്ചും കൂടി അറിയാവുന്നത് എന്തൊക്കെയാണ് ഓൺ ഗ്രൗണ്ട് നമുക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നാലാണ് ഈ ഡെമോക്രസിയെ ഒരു സ്മൂത്തർ റണ്ണിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി എന്നൊരു പ്രോ ഗവൺമെന്റ് സ്റ്റാൻഡാണ് എടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് ജുഡീഷ്യറി കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് മാറുന്നത്. അങ്ങനെ നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ട് ജുഡീഷ്യൽ ആക്ടിവിസം ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആക്ടിവ് സ്പേസിലേക്ക് ജുഡീഷ്യറി മാറുന്നത് നമ്മുടെ ഡെമോക്രസി ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ്. അപ്പൊ അതിനു മുമ്പ് വരെയുള്ള സമയത്ത് വളരെ വലിയ രീതിയിൽ ഗവൺമെന്റിനെ കൗണ്ടർ ചെയ്യാതിരിക്കുകയും ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന ഈ ആക്ട് വഴി അല്ലെങ്കിൽ ഈ അമെന്റ്മെന്റ് വഴി അവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് വളരെ നല്ല നല്ല കാര്യങ്ങളാണ്. ലാൻഡ് റിഫോംസ് കൊണ്ടുവരികയും അതുവഴി നമ്മുടെ ഒരു പ്രൈമറി അഗ്രേറിയൻ സൊസൈറ്റി ആവുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാർക്ക് ലാൻഡ് കിട്ടുകയും അതുവഴി നമ്മുടെ അഗ്രികൾച്ചർ ബൂസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കി ജുഡീഷ്യറി എന്ത് ചെയ്തു? ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അമെന്റ്മെന്റ് വഴി കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം വാലിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വാലിഡ് ആയിട്ടുണ്ടായിരിക്കും? റൈറ്റ് ടു എക്സ്പ്രഷനിൽ കൊണ്ടുവന്ന ചേഞ്ചസ് എന്തൊക്കെയാണോ അതെല്ലാം വാലിഡ് ആയിട്ടുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ 9th ഷെഡ്യൂൾ വാലിഡ് ആയിട്ടുണ്ടായിരിക്കും. ആർട്ടിക്കിൾ 31 31B വാലിഡ് ആയിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ എന്ത് പറഞ്ഞു? പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെന്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ആർട്ടിക്കിൾ 368 വഴിയാണ് അമെന്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ലിമിറ്റും പറയാനുള്ള അതോറിറ്റി ഗവൺമെന്റിന് ഇല്ല. ലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 13 വരുന്ന കാര്യങ്ങൾക്കകത്ത് ഓർഡിനറി ലെജിസ്ലേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് എന്ത് വരുന്നില്ല? കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 368 വഴി കൊണ്ടുവരുന്ന ലോസ് അതിന്റെ പാർട്ടായിട്ട് മാറുന്നില്ല. കോൺസ്റ്റിറ്റ്യൂറ്റന്റ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അതോറിറ്റി വഴി ആർട്ടിക്കിൾ 368 വഴി വരുന്ന പവർ എന്ന് പറയുന്നത്
ലെജിസ്ലേറ്റീവ് പവറിൽ നിന്നും ഡിഫറെന്റ് ആണ്. എന്താണ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ? നോർമൽ ലെജിസ്ലേഷൻസ് വഴി കൊണ്ടുവരുന്ന പവേഴ്സിൽ നിന്നും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുകയോ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാനോ ആർട്ടിക്കിൾ 368 വഴി കിട്ടുന്ന പവർ എന്ന് പറയുന്നത് ലോ മേക്കിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് പാർലമെന്റിന് കുറച്ചും കൂടി അധികം പ്രയോറിറ്റീസ് വേണം. നോർമൽ ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കുന്നത് പോലെയല്ല ഈ ആർട്ടിക്കിൾ 368 വഴിയുള്ള അമെന്റ്മെന്റ് ആക്ടുകളെ പാസ്സാക്കി എടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ അമെന്റ്മെന്റ് ആക്ടുകളെ പാസ്സാക്കി എടുക്കുന്ന സമയത്ത് അതിന് സ്പെഷ്യൽ മെജോറിറ്റി വേണം, സ്പെഷ്യൽ വോട്ടിംഗ് സ്ട്രെങ്ത് വേണം. ആ വോട്ടിംഗ് സ്ട്രെങ്തിന് മുകളിൽ അത് പാസ്സാവണം. അത് അസെന്റ് കിട്ടണം. ചില ആക്ടുകൾ കൊണ്ടുവരുന്ന സമയത്ത്, ചില മേജർ ആയിട്ടുള്ള ആക്ടുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോലെ സ്റ്റേറ്റ്സ് റാറ്റിഫൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ടൈറ്റ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ പോകുന്ന ഒരു സാധനത്തിന് നമുക്ക് നോർമൽ ലോയിലൂടെ, അതായത് ഒരു 50 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 25 പേര് വോട്ട് ചെയ്തു പാസ്സായി എന്നുണ്ടെങ്കിൽ ലോ ആവുന്ന ഒരു സാധനത്തെ കൺസിഡർ ചെയ്യുന്നത് പോലെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി കോൺസ്റ്റിറ്റ്യൂഷനെ മോഡിഫൈ ചെയ്യാനും ചില സാധനങ്ങളെ റിപ്പീൽ ചെയ്യാനും ചില കാര്യങ്ങളെ ആഡ് ചെയ്യാനുമുള്ള അതോറിറ്റി ആർക്കുണ്ട്? ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ കേസ് വഴി റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇതിനെല്ലാം കൗണ്ടർ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു ലിമിറ്റ് വേണം. നമ്മളിപ്പോ ഈ ഒരു അതോറിറ്റി ഇങ്ങനെ എന്ത് വേണോ നമുക്ക് അമെന്റ് ചെയ്യാനുള്ള അതോറിറ്റി ഒരു ഗവൺമെന്റിന് കൊടുക്കുന്ന സമയത്ത് ആ ഗവൺമെന്റ് വളരെ അതോറിറ്റേറിയൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അമെന്റ് ചെയ്യാന്നുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മൾ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധവുമില്ലാത്തൊരു ഡോക്യുമെന്റ് ആയിരിക്കും കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേശവാനന്ദ ഭാരതി കേസ് വരുന്ന സമയത്ത് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറും ജുഡീഷ്യറി തന്നെ കൊണ്ടുവരുന്നത്. ഇന്ന കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അമെന്റ്മെന്റ് ചെയ്യാനൊക്കെ അതോറിറ്റി ഉണ്ട്, പക്ഷെ ഇവരെങ്ങും തൊടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി കൊണ്ടുവരുന്നത് ഇതോടുകൂടിയാണ്. സോ നമ്മൾ ഈ കേസിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വഴി കൊണ്ടുവന്നത്, എന്താണ് ആർട്ടിക്കിൾ 13 വരുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് കൂടി കൊണ്ടുവന്നത്, ഈ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ടിനെയും ആർട്ടിക്കിൾ 13 പവറിനെയുമാണ് എവിടെ കൗണ്ടർ ചെയ്തത്? ശങ്കരി പ്രസാദ് കേസിൽ കൗണ്ടർ ചെയ്തത്. അതിൽ ജുഡീഷ്യറി എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് പ്രോ ഗവൺമെന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരുന്നു. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ടേക്ക് അവേ ചെയ്യാനുള്ള അതോറിറ്റി ഗവൺമെന്റിനുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി അമെന്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഒരു ലോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ റിവ്യൂ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഇതിനകത്ത് ജുഡീഷ്യറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ എന്യൂമറേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് പവറും ലെജിസ്ലേറ്റീവ് പവർ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മേജർ ഇഷ്യൂ, എന്താണ് ലോയും അമെന്റ്മെന്റ് ആക്ടും എന്നുള്ളത്. നമ്മളിതിൽ കുറച്ച് കേസസ് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസസിനെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ശങ്കരി പ്രസാദ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ലോ അല്ല, അതുകൊണ്ട് അമെന്റ്മെന്റിന്റെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള പവർ എന്തില്ല, ലോക്കില്ല. അടുത്ത കേസ് സജ്ജൻ സിംഗ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് 1965 വരുന്നുണ്ട്. ആ സമയത്തും പറയുന്നത് തന്നെയാണ്, അമെന്റ്മെന്റ് ലോയും ഒന്നല്ല. ഈ കേസസ് എല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടീംസ് ആണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതെല്ലാം പ്രോപ്പർട്ടി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കേസ് തന്നെയാണ്. ഗോലഖ്നാഥ് കേസും ഇതുപോലെ പ്രോപ്പർട്ടി ആയിട്ട് ബേസ് ചെയ്ത കേസാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടി ഒരു അഫർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ലോ ആണ്. അതുകൊണ്ട് പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ യൂസ് ചെയ്തുകൊണ്ട് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയോ ഇല്ല എന്ന് പറയുന്നത് ലോ ആണ്. ഗോലഖ്നാഥ് കേസ് എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ് വരുന്നത്. ആൻഡ് ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ ഈ ഒരു കേസിന്റെ ബേസിൽ ഇന്ദിരാഗാന്ധി കുറച്ചധികം അമെന്റ്മെന്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ടേം ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് ഗോലഖ്നാഥ് കേസിന്റെ ടൈമിലാണ്. അപ്പോൾ ഗോലഖ്നാഥ് കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന സമയത്താണ് കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. കേശവാനന്ദ ഭാരതി കേസ് നമ്മൾ ബുദ്ധിസത്തിലൊക്കെ പറയുന്നത് പോലെ ഒരു മിഡിൽ പാത്താണ് എടുത്തത്. ഓക്കെ, അമെന്റ്മെന്റ് ലോ അല്ല, പക്ഷേ അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബേസിക് സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് ലോസിനെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അമെന്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ അമെന്റ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ടെസ്റ്റ് ചെയ്യാനും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും പറ്റും. അയ്യാർ കൊയിലോ കേസ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 9th ഷെഡ്യൂളിന് അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. 9th ഷെഡ്യൂളിനകത്ത് പ്ലേസ് ചെയ്യുന്ന ആൾക്കാരെ പോലും ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അയ്യാർ കൊയിലോ കേസിന് ശേഷം നമ്മുടെ 9th ഷെഡ്യൂൾ ഒരു ഡെഡ് ഷെഡ്യൂൾ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ ആലോചിക്കും, നമ്മുടെ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് റീസെന്റ് ആയിട്ട് ഫെയിൽ ചെയ്ത് പോയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഉണ്ടായിരുന്നു. അത് നമ്മളൊരു ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ സ്ട്രെങ്ത് കുറച്ച് കൂട്ടാൻ പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വുമൺ റിസർവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പാർലമെന്റ് സ്ട്രെങ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 316 വളരെ
ടീഡിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പാർലമെന്റ് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 368 വഴി കൊണ്ടുവരുന്ന അമെന്റ്മെന്റ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ പാർട്ടിനെ അമെന്റ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ ടൈപ്പ് മെജോറിറ്റീസ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്ന ആ അമെന്റ്മെന്റ് ആക്ട് അല്ലെങ്കിൽ പാർലമെന്റ് സ്ട്രെങ്ത് കൂടാനുള്ള ആക്ട് ഫെയിൽ ആയി പോയത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റീസൺ വെച്ചിട്ട് അവർ സസ്പെൻഡ് ചെയ്ത് പാസ് ചെയ്തതിനു ശേഷം ജുഡീഷ്യറിക്ക് അതിനെ റിവ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ ആ ഒരു ആർട്ടിക്കിളിനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു ബില്ലിനെ കൊണ്ടുവന്ന് 9th ഷെഡ്യൂളിനകത്ത് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൗണ്ടർ ചെയ്യാനോ അതിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടത്തില്ല. അപ്പോൾ IRKയുടെ കേസാണ് ജുഡീഷ്യറി അത് കംപ്ലീറ്റ് ആയിട്ട് ഡോർമെന്റ് ആക്കി മാറ്റുന്നത്. നിങ്ങൾ എന്തൊക്കെ സാധനം 9th ഷെഡ്യൂളിനകത്ത് പ്ലേസ് ചെയ്യുന്നു, ഒരു ടൈം ലൈൻ വെച്ചു, അതായത് നിങ്ങൾ ഈ സമയം വരെ പ്ലേസ് ചെയ്തത് ഓക്കെ, ആ കാര്യത്തിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പ്ലേസ് ചെയ്തത്, അത് കേശവാനന്ദ ഭാരതി കേസാണ് അതിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. കേശവാനന്ദ ഭാരതി കേസിന് ശേഷം നിങ്ങൾ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരെയും ബേസിസ് ഡോക്ടറിന്റെ ബേസിൽ നമുക്ക് വയലേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. 9th ഷെഡ്യൂളിനകത്ത് കൊണ്ടുപോയി എന്ന് വെച്ച് അത് ജുഡീഷ്യൽ റിവ്യൂന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ് IR കേസ് എന്ന് പറയുന്നത്. ഈ കേസസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ശങ്കരി പ്രസാദ് കേസ് പഠിച്ചതുപോലെ ബാക്കി കേസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒപ്പം തന്നെ പഠിക്കും. ആൻഡ് ഇതിന്റെ ബേസിസിലാണ് കുറച്ചും കൂടി നമ്മുടെ ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് റിഫോം ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുന്നത്, പുതിയ പുതിയ അമെന്റ്മെന്റ്സ് കൊണ്ടുവരാൻ തുടങ്ങുന്നത്. അതേപോലെ ജുഡീഷ്യറിക്ക് കുറച്ചും കൂടി അതിന്റെ സ്റ്റാൻഡ് മാറ്റി പതിയെ പതിയെ ജുഡീഷ്യറി അതിന്റെ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഫേസിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന ഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വരുന്ന രീതിയിലും മെയിൻസിന് വരുന്ന രീതിയിലുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ 9th ഷെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ഏതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് 9th ഷെഡ്യൂളിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ പിൻ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് UPSC വന്നിട്ടുള്ളത്. ഏത് ഗവൺമെന്റിന്റെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് പ്രൈം മിനിസ്റ്റർ ആണ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരുന്നതും 9th ഷെഡ്യൂൾ പ്ലേസ് ചെയ്യുന്നുള്ളതും കൂടി നിങ്ങൾ ആ ക്വസ്റ്റിന്റെ കൂടെ കമന്റ് ചെയ്യണം. ആൻഡ് അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തും നിങ്ങൾ ഈ 3 ക്വസ്റ്റിന്റെയും ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് നോട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാം ആൻസർ അതിൽ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും കമന്റ് ചെയ്യണം. ആൻഡ് നമ്മൾ ഈ വീഡിയോ തീർന്ന് അതിന്റെ താഴെയായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്നതിൽ നിന്ന് ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നതായിട്ട്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കേസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇമേജ് നോക്കുന്ന സമയത്ത് ഈ കേസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഒറ്റ ഇമേജ് നോക്കുന്ന സമയത്ത് തന്നെ റീവൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കൺസിഡറേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിലോ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഒപ്പം ഈ നോട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.